ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് KCBയുടെ പുതിയ പദ്ധതിയായ സൗര എന്ന പദ്ധതിയെക്കുറിച്ചാണ്. KCB സ്വന്തം ചെലവിൽ നമ്മുടെ വീട്ടിൻ്റെ മേൽക്കൂരയിൽ സോളാർ പാനലുകൾ സ്ഥാപിച്ച് അതിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ 10% നമുക്ക് തന്നെ തിരിച്ചു തരികയും ബാക്കി KCB എടുക്കുകയും ചെയ്ത് ഫ്രീ ആയിട്ട് തിരിച്ചു തരുന്ന ഒരു പദ്ധതിയാണിത്. അപ്പോൾ അതിന് നമ്മൾ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ മൊബൈലിൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത ശേഷം അതിൽ സൗര KCB എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ വരുന്ന വിൻഡോയിൽ സെർച്ച് റിസൾട്ടിൽ ആദ്യത്തേത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ അവരുടെ സൈറ്റിലേക്ക് സൗര എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിലേക്ക് വരും. ഇതിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവും. ഇതിൽ ഇപ്പോൾ ടൈം 14 ദിവസം കൂടെയാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈം. നമ്മളിതിൽ അപ്ലൈ നൗ എന്ന് ക്ലിക്ക് ചെയ്യുക. ഇന്നിപ്പോൾ 65,470 പേർ രജിസ്റ്റർ ചെയ്തു എന്നാണ് ഇവർ കാണിക്കുന്നത്. ഇതിൽ ഇൻസ്ട്രക്ഷൻസ് ക്ലിക്ക് ചെയ്താൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ കഴിയും. ഇതിൽ ഇംഗ്ലീഷിലാണ് ഉണ്ടാവുക. ഇതിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുണ്ട്. മലയാളം സെലക്ട് ചെയ്താൽ മലയാളത്തിൽ ലഭ്യമാകും. അപ്പോൾ ഇത് വായിച്ച് നോക്കി മനസ്സിലാക്കിയ ശേഷം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. അതിനുവേണ്ടി നമ്മളിത് മുകളിൽ കാണുന്ന രജിസ്റ്റർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് താഴെ വീണ്ടും സ്കീം ഡീറ്റെയിൽസ് രജിസ്റ്റർ നൗ എന്ന് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന വിൻഡോയിൽ 13 അക്ക കസ്റ്റമർ നമ്പർ എൻ്റർ ചെയ്യാനുള്ള കോളം ഉണ്ടാകും. അതിൽ KCBയുടെ വൈദ്യുതി ബില്ലിൽ ഉണ്ടാകുന്ന കസ്റ്റമർ നമ്പറാണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. ഞാനത് എൻ്റർ ചെയ്യുകയാണ്. അതിനുശേഷം അടുത്ത കോളത്തിൽ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. നമ്മൾ KCBയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറാണ് എൻ്റർ ചെയ്യേണ്ടത്. ഇമെയിൽ ID ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ടൈപ്പ് ചെയ്താൽ മതി. ശേഷം താഴോട്ട് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മൊബൈലിലേക്കൊരു OTP SMS ആയിട്ട് വരും. അത് ഓപ്പൺ ചെയ്ത ശേഷം അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിലുള്ള OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. വീണ്ടും ഇതിയുടെ ഡീറ്റെയിൽസ് വരുന്നതായിരിക്കും. നമ്മുടെ ആരുടെ പേരിലാണോ ഈ വൈദ്യുതി കണക്ഷൻ ഉള്ളത് അവരുടെ എല്ലാ ഡീറ്റെയിൽസും ഇതിൽ വരും. അതിനുശേഷം ഇതിൽ നമ്മൾ സോളാർ പ്ലാന്റ് ഡീറ്റെയിൽസ് സ്കീം സെലക്ട് ചെയ്യേണ്ടതുണ്ട്. സ്കീം സെലക്ട് ചെയ്യുമ്പോൾ KCB സ്കീം 1 ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതാണ് മറ്റുള്ളതൊക്കെ വലിയതാണ്. ഈ 10% നമുക്ക് കസ്റ്റമർക്ക് തന്നെ തിരിച്ചു തരുന്ന പദ്ധതി. കപ്പാസിറ്റി സെലക്ട് ചെയ്യാം. കപ്പാസിറ്റി 2 കിലോവാട്ടെങ്കിലും സെലക്ട് ചെയ്യണം. 2 കിലോവാട്ട് സെലക്ട് ചെയ്യുക. പിന്നെ ഏരിയ സെലക്ട് ചെയ്യാം. റൂഫ് ഏരിയ ഇൻ സ്ക്വയർ മീറ്ററിൽ അതിലൊരു 200 സ്ക്വയർ മീറ്ററെങ്കിലും സെലക്ട് ചെയ്യേണ്ടതുണ്ട്.
അതിന് മുമ്പായിട്ട് ടൈപ്പ് ഓഫ് സോളാർ പവർ പ്ലാന്റ്, എവിടെയാണ് നമ്മൾ സ്ഥാപിക്കേണ്ടത് അവിടെ സെലക്ട് ചെയ്യുക. റൂഫിലാണെങ്കിൽ റൂഫ് ടോപ്പ്, അല്ലെങ്കിൽ ഗ്രൗണ്ടിലാണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അപ്പം റൂഫ് സെലക്ട് ചെയ്യാം. ഇനി അവർ വന്ന് നമുക്ക് സൈറ്റ് കാണേണ്ടതുണ്ട്. അപ്പോൾ അതിനുള്ള നമ്മൾ ഡേറ്റ് നമ്മൾ സെലക്ട് ചെയ്ത് വെക്കേണ്ടതുണ്ട്. ഒഴിവുള്ള ഒരു ദിവസത്തേക്ക് ഡേറ്റ് സെലക്ട് ചെയ്യുക. അതിപ്പോൾ അടുത്ത ഫ്രൈഡേ 25 സെലക്ട് ചെയ്തു. സബ്മിറ്റ് കൊടുക്കുക. രജിസ്ട്രേഷൻ പ്രോസസ് കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി എന്നിട്ട് വരുന്നുണ്ട്. നോട്ടിഫിക്കേഷനായിട്ട് മെസ്സേജും വരുന്നതായിരിക്കും. ഇനി അവരെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുകയും അവർ വന്ന് നോക്കിയ ശേഷം വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരികയും ചെയ്യും. അപ്പോൾ രജിസ്ട്രേഷൻ ഇത്രയുമാണ് വേണ്ടത്. ഇനി 14 ദിവസം കൂടിയാണ് രജിസ്ട്രേഷൻ ബാക്കിയുള്ളത്. അപ്പോൾ എത്രയും വേഗം ചെയ്യാത്തവർ ചെയ്തിടുക. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.